ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അരങ്ങേറിയത് വിശാല ഗൂഢാലോചനയെന്ന് SIT ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. മറ്റ് സ്വർണ്ണപ്പാളികളുടെ സ്വർണവും തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയുടെ പരമ്പരയെന്നും SIT പറയുന്നു. ഷബ്നയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഗൗരവകരമായിട്ടുള്ള വിവരങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. SIT പറയുന്നത് എന്നുള്ളതാണ്. വലിയ വിശാല ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ അതിൽ 3 പേരാണ് പങ്കാളികൾ എന്നും പറയുന്നു. അപ്പോൾ എത്രമാത്രം കാര്യമായിട്ടാണ് അത്തരം ഗൂഢാലോചന അത് പദ്ധതിയിട്ടത്, അതെങ്ങനെയാണ് നടപ്പിലാക്കിയത്, എന്താണ് SITയുടെ കണ്ടെത്തൽ? സ്വാതി, SIT ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് വലിയ ഗൂഢാലോചന, വിശാലമായ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്നാണ്. ഈ വിശാലമായ ഗൂഢാലോചന നടന്നു എന്നത് സംബന്ധിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഗോവർദ്ധന്റെ അടക്കം ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന വേളയിലാണ്. ഗോവർദ്ധനടക്കം ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ 3 പേർ ചേർന്നിട്ടാണ് വലിയ ഗൂഢാലോചന നടന്നിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം ഗോവർദ്ധന്, പങ്കജ് ഭണ്ഡാരി, ഇവർ 3 പേർ ചേർന്ന് ബാംഗ്ലൂരിൽ ഗൂഢാലോചന നടത്തി എന്നാണ് SITയുടെ കണ്ടെത്തൽ. 2015 ഒക്ടോബറിലാണ് ഇത്തരത്തിൽ, അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയത്. 2019 ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ഇത് മറച്ചു വെക്കുക എന്നതായിരുന്നു ഉദ്ദേശം എന്നും SIT പറയുന്നു. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു എന്ന് തന്നെയാണ് SITയുടെ നിഗമനം. മറ്റൊന്ന്, ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഈ സ്വർണ്ണ പാളികളിലെ സ്വർണം തട്ടിയെടുക്കാൻ പദ്ധതി തയ്യാറാക്കിയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വാറന്റ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ജാമ്യം നൽകരുത് തുടങ്ങിയ കാര്യങ്ങളും SIT അറിയിക്കുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയുടെ പരമ്പര തന്നെയായിരുന്നു. 3 പ്രതികൾ ബാംഗ്ലൂരിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കാനാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമാണ് ഇന്നിപ്പോൾ SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. 2019 സ്വർണ്ണക്കവർച്ചയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. CDR പരിശോധിച്ചതിൽ നിന്ന് ഇത് വ്യക്തമായി എന്നുമാണ് SITയുടെ റിപ്പോർട്ട്. ശരി ഷബ്ന, നിർണായകമായിട്ടുള്ള വിവരമാണ് SIT ഇപ്പോൾ ഹൈക്കോടതിയിൽ പങ്കുവച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്.